ദൈവത്തിന് സ്തുതി. എൻ്റെ പേര് മിൻസി എന്നാണ്. ഞാൻ പാലക്കാട് വടക്കഞ്ചേരിയിൽ നിന്നാണ് വരുന്നത്. എൻ്റെ ജീവിതത്തിൽ നടന്നിട്ടുള്ള വലിയൊരു അത്ഭുതം സാക്ഷ്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വരുന്നത്. ഞാൻ പഠിച്ചതൊക്കെ മലയാളം മീഡിയം സ്കൂളിലാണ്. എനിക്ക് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പേടിയുള്ളതും അതിനോടൊപ്പം തന്നെ എനിക്ക് ഭയങ്കര മറവിയുള്ളൊരു സബ്ജക്റ്റാണ് ഇംഗ്ലീഷ്. ഞാൻ എത്രയൊക്കെ പഠിച്ചിട്ട് പോയിട്ട് ഞാൻ എഴുതി കഴിഞ്ഞാലും ഒരിക്കലും ഞാൻ പാസ്സാവുന്ന കാര്യം വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ ചേട്ടായി UK സ്റ്റുഡൻറ്റ് വിസയ്ക്ക് പോകുന്നത്. അതിനു മുമ്പ് തന്നെ എനിക്ക് പുറത്തേക്ക് പോകണമെന്ന്, അവിടെ പോയിട്ട് ജോലി ചെയ്യണം എന്നൊക്കെ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷേ എനിക്ക് അതെങ്ങനെ സാധിക്കും എന്നുള്ള കാര്യമൊന്നും എനിക്കറിയത്തില്ല. ഇംഗ്ലീഷ് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ പല കോഴ്സിനും ഞാൻ ചേരും. ഞാനത് പകുതിക്ക് വെച്ചിട്ട് എനിക്ക് നിർത്തിയിട്ട് വരേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും. അങ്ങനെ എൻ്റെ വർഷങ്ങളൊക്കെ ഒത്തിരി പോകാൻ വേണ്ടി തുടങ്ങി. അന്നേരം എനിക്ക് അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു, എനിക്ക് പുറത്തേക്ക് പോകണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. അതെങ്ങനെയാണ് എന്നൊന്നും എനിക്കറിയത്തില്ല. ഞാൻ പഠിച്ചത് BA മലയാളമാണ്. ഞാൻ തുടർന്ന് എടുത്തിരിക്കുന്നത് MA മലയാളമാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ചേട്ടായി സ്റ്റുഡൻറ്റ് വിസയിൽ UK പോകുന്നത്. അപ്പോൾ ചേട്ടായി എപ്പോഴും പറയായിരുന്നു, നിന്നെ ഞാൻ അങ്ങോട്ടേക്ക് കൊണ്ടുപോകും, നീ പേടിക്കണ്ടെന്ന് പറയായിരുന്നു. പക്ഷേ എനിക്കറിയാതിരുന്നു അതൊരിക്കലും പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമല്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ എടുത്ത് പഠിച്ചിരിക്കുന്ന വിഷയം MA മലയാളമാണ്. അപ്പം ഞാൻ എപ്പോഴും ചോദിക്കും, അതെങ്ങനെ സാധിക്കണേ, അവിടെ പോയിട്ട് ഞാൻ എന്ത് ജോലി ചെയ്യും എന്നൊക്കെ ഞാൻ ചോദിക്കുമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ എന്നോട് ചേട്ടായും മമ്മിയും പറഞ്ഞു, എന്നോട് IELTS എക്സാം എഴുതാൻ വേണ്ടിയിട്ട് പറഞ്ഞു. അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്കത് ഒരിക്കലും എനിക്കൊരു സാധിക്കില്ലാത്തൊരു കാര്യമായിട്ടായിരുന്നു ഞാൻ കണ്ടിരുന്നത്. ഞാൻ വീട്ടിലെന്നും വഴക്കുണ്ടാക്കും, ഞാൻ ഒച്ചപ്പാടുണ്ടാക്കും, മമ്മീനോട് ദേഷ്യപ്പെടും, ചേട്ടായി വിളിക്കുമ്പോൾ ഞാൻ ദേഷ്യപ്പെടും. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ IELTS എഴുതത്തില്ല, അങ്ങനെ ഞാൻ പറഞ്ഞൊരാളാണ്. ചേട്ടായിക്ക് PR കിട്ടുകയാണെങ്കിൽ ചേട്ടാ എന്നെ കൊണ്ടോ, ഇല്ലെങ്കിൽ ഞാൻ ഗൾഫിക്ക് ഞാൻ എങ്ങനെയെങ്കിലും ഞാൻ പോവും, എന്നാലും ഞാൻ IELTS ഞാൻ എഴുതില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ കരഞ്ഞ് ഞാൻ മമ്മീനോട് ഞാൻ ഒരാഴ്ചയൊക്കെ മിണ്ടാതെ ഇരുന്നിട്ടുണ്ട് ഞാൻ വീട്ടിൽ. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആദ്യമായിട്ട് മമ്മിയും ചേട്ടായും ആണ് എനിക്ക് വേണ്ടിയിട്ട്, ചേട്ടായി ഓൺലൈനിൽ ഉടമ്പടി എടുത്ത ഒരാളാണ്, കൂട്ടത്തിൽ മമ്മിയും. അങ്ങനെ ഇവർ എനിക്ക് വേണ്ടിയിട്ട് ഒരു ഉടമ്പടി എടുത്തു. ഞാൻ എൻ്റെ മനസ്സ് മാറാനും ഞാൻ IELTS എക്സാം എഴുതുവാനും വേണ്ടിയിട്ട്. ഞാൻ ആ ടൈമിൽ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊരു കോപ്പറേറ്റീവ് ബാങ്കിൽ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ഇവർ എനിക്ക് വേണ്ടിയിട്ട് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതോടു കൂടിയിട്ട് അതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് തന്നെ തോന്നി, എന്തുകൊണ്ട് എനിക്ക് IELTS എഴുതിക്കൂടാ, ഒരു പ്രാവശ്യം അറ്റംപ്റ്റ് ചെയ്തുകൂടാ, ട്രൈ ചെയ്യാലോ, ആരും അറിയാനൊന്നും പോകുന്നില്ല, അങ്ങനെയൊക്കെ എനിക്ക് തോന്നി. ഇവർ ഉടമ്പടി എടുത്തതിൻ്റെ ഇതായിട്ട് ഞാനങ്ങനെ എൻ്റെ ബാങ്കിൽ എൻ്റെ വർക്ക് ഞാൻ നിർത്തിയിട്ട് സ്റ്റോപ്പ് ചെയ്തിട്ട് ഞാൻ സ്പോക്കൺ ഇംഗ്ലീഷ് പോലെ സംസാരിക്കാനും മറ്റുള്ള കാര്യങ്ങൾക്കും ഞാനൊരു സാറിൻ്റെ അടുത്ത് ഞാൻ ചേർന്നു. ആ സാറിൻ്റെ അടുത്താണ് എൻ്റെ ചേട്ടായി IELTS പഠിക്കാൻ വേണ്ടിയിട്ട് ചേർന്നത്. സാറ് ഓൺലൈനിൽ ഫോൺ വഴിയാണ്, നമുക്ക് വീഡിയോ ഒന്നല്ല, കോൾ ചെയ്തിട്ട് ആ സാർ ഇംഗ്ലീഷ് നമുക്ക് പറഞ്ഞു തരും, ഗ്രാമർ പറഞ്ഞു തരും. അപ്പോൾ ചേട്ടായി ആ മനോജ് എന്ന് പറഞ്ഞിട്ട് ആ സാറിൻ്റെ അടുത്ത് എന്നെ എത്തിച്ചു. ആ സാറ് വളരെയധികം വലിയൊരു ദൈവവിശ്വാസിയാണ്. സാറ് ഡെയിലി ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് ബൈബിൾ വാക്യങ്ങൾ പറയും. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എന്നെ ഭയങ്കര ദൈവത്തിൻ്റെ കാര്യങ്ങളാണ് എപ്പോഴും സാറ് പറയുക. അങ്ങനെ എനിക്കൊരു വിശ്വാസം ഉണ്ടായി. അങ്ങനെ ഞാൻ എൻ്റെ ഇംഗ്ലീഷിലൊരു ഇമ്പ്രൂവ്മെൻറ്റ് വന്നു. അങ്ങനെ ഞാൻ മമ്മിനോട് പറഞ്ഞു, എനിക്ക് IELTS എനിക്ക് പഠിക്കണം, എനിക്ക് എവിടെയെങ്കിലും പോയിട്ട് എനിക്ക് പഠിക്കണം, എനിക്ക് IELTS പഠിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇവർക്കൊക്കെ ഭയങ്കര അത്ഭുതമായിരുന്നു. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഞാൻ IELTS എഴുതത്തില്ല എന്ന് പറഞ്ഞ ഒരാളായിരുന്നു. ഇവിടെ മമ്മിക്കും ചേട്ടായിക്കൊക്കെ വലിയൊരു അത്ഭുതമായിരുന്നു. അപ്പോൾ ചേട്ടായിൻ്റെ ഉടമ്പടിയിൽ പറഞ്ഞു, ഞാൻ UK വരികയാണെങ്കിൽ ചേട്ടായി എന്നെ കൊണ്ട് അവിടെ സാക്ഷ്യം പറയിപ്പിക്കാം, ഓൺലൈനിൽ സാക്ഷ്യം പറയിപ്പിക്കാമെന്ന് പറഞ്ഞിട്ട് ചേട്ടായി ഉടമ്പടി എടുത്തു. അങ്ങനെ ഞാനിവിടെ കൊച്ചിയിൽ ഞാൻ IELTS പഠിക്കാൻ വേണ്ടിയിട്ട് വന്നു. അതിനു മുമ്പ് മമ്മി ഉടമ്പടി എടുക്കുന്ന സമയത്ത് ഞാൻ മമ്മീൻ്റെന്ന് നമ്മുടെ ഉടമ്പടിയിലുള്ള പ്രതിഷ്കരണ പ്രാർത്ഥനയും അതും ഞാൻ ഉച്ചയ്ക്ക് ഒരു 2:30 ടൈമിൽ ആ ഒരു സമയത്ത് ഞാനൊരു 2-3 ആഴ്ച ഞാൻ ചൊല്ലുമായിരുന്നു. ഞാൻ ഉടമ്പടി ഒന്നും എടുത്തിട്ടില്ല, എന്നാലും ഞാൻ ചുമ്മാ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ പ്രഭാത പ്രാർത്ഥന എല്ലാം കൂടി 2:30 ഞാൻ ചൊല്ലുമായിരുന്നു. അങ്ങനെയൊക്കെ എനിക്കൊരു വിശ്വാസം വരാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ
എനിക്ക് നടക്കാൻ വേണ്ടി തുടങ്ങി. ഞാൻ എന്തെങ്കിലും ആഗ്രഹിക്കുന്നതൊക്കെ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒത്തിരി മാറ്റങ്ങൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട് തുടങ്ങി. അപ്പോൾ എനിക്കൊരു വിശ്വാസം വന്നു. അങ്ങനെ ഞാനിവിടെ കൊച്ചിയിലേക്ക് വന്നു. ഇപ്പോൾ കൊച്ചിയിലേക്ക് വരുന്ന സമയത്ത് ഞാൻ എൻ്റെ എല്ലാവരോടും ഞാൻ പറഞ്ഞത്, ഞാൻ IELTS പഠിക്കാൻ വരിക എന്നല്ല ഞാൻ പറഞ്ഞത്, ഞാൻ എൻ്റെ PGൻ്റെ പഠനത്തിൻ്റെ ഭാഗമായിട്ട് വരിക എന്നാണ് ഞാൻ പറഞ്ഞത്. കാരണം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഉറപ്പായിരുന്നു ഞാൻ IELTS എക്സാം പാസ്സാവത്തില്ല. ഞാനിവിടെ പഠിക്കാൻ വേണ്ടി വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും എന്നെ കളിയാക്കും. കാരണം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ +2 കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാനൊരു കോഴ്സിന് പോയി ചേർന്നു. അത് ഞാൻ പകുതിക്ക് വെച്ച് ഇംഗ്ലീഷുകാരനം നിർത്തി. പിന്നെ ഒരു കോഴ്സിന് ചേർന്നു, അത് ഞാൻ ഇംഗ്ലീഷുകാരനം നിർത്തി. മൊത്തം 3 കോഴ്സിന് ഞാൻ ചേർന്ന ഒരാളാണ്. അതൊക്കെ ഇംഗ്ലീഷുകാരനെ ഞാൻ പകുതിക്ക് വെച്ച് നിർത്തും, ഞാൻ എന്നിട്ട് വേറെ എന്തെങ്കിലും പോകും. അങ്ങനെ ചെയ്തിരുന്ന ഒരാളാണ്. അപ്പം ഞാനിവിടെ വന്നിട്ട് IELTS പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കളിയാക്കൽ നല്ലോണം ഉണ്ടാകും. അതുകൊണ്ട് ഞാൻ ആരോടും പറഞ്ഞില്ല. PGൻ്റെ പഠനത്തിൻ്റെ ഭാഗമായിട്ട് ഞാൻ കൊച്ചി വരിക എന്നാണ് ഞാൻ എൻ്റെ വീട്ടുകാരോട് എല്ലാവരോടും ഞാൻ പറഞ്ഞത്. ഇവിടെ ഞാൻ വന്നു. ഇവിടെ വന്ന് ജോയിൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് ഇവിടെയുള്ള 2 പേര് എന്നോട് പറഞ്ഞു, നമുക്ക് ഇങ്ങനെ കൃപാസനത്തിലെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കണതിൻ്റെ ഇടയിൽ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു എനിക്കും ഇതേപോലെ 2-3 കുഞ്ഞു കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പക്ഷേ എനിക്കിതുവരെ കൃപാസനത്തിൽ വരാനോ ഇവിടെ വന്നിട്ട് ഉടമ്പടി എടുക്കാനോ എനിക്ക് സാധിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. തുടർന്ന് ഞങ്ങളെല്ലാവരും കൂടി ഒരു ദിവസം ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടിയിട്ട് പ്ലാൻ ഇട്ടു. ഞങ്ങൾ എന്നൊക്കെ വരാൻ വേണ്ടിയിട്ട് പ്ലാൻ ഇട്ടോ അന്നൊക്കെ എന്തെങ്കിലും കാരണങ്ങൾ കാരണം ഞങ്ങൾക്ക് വരാൻ വേണ്ടി പറ്റില്ല. അങ്ങനെ 3 ആഴ്ച ഒരാഴ്ച ഞങ്ങൾ തീരുമാനിക്കും ഞങ്ങൾക്ക് പറ്റത്തില്ല അങ്ങോട്ടേക്ക് വരാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവസാനം 2ഉം കൽപ്പിച്ചിട്ട് ഞങ്ങൾ വരും എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ 3 പേര് കൂടിയിട്ട് മൊത്തം 4 പേരാണ് വരാൻ വേണ്ടി തീരുമാനം എടുത്തത്. അതിൽ 3 പേര് ഞങ്ങളിവിടെ വന്നു. ഇവിടെ വന്നിട്ട് ഞങ്ങൾ അന്നേരം എൻ്റെ മനസ്സിൽ ഉടമ്പടി എടുക്കുന്നില്ല. കാരണം എനിക്ക് ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ രാവിലെ 5:30 എണീറ്റിട്ട് പ്രാർത്ഥനയൊന്നും നടക്കത്തില്ല. അതുകൊണ്ട് ഞാൻ ഉടമ്പടി എടുക്കത്തില്ല. പകരം ഞാനിവിടെ വരുന്നു, മാതാവിനെ കാണുന്നു, തിരിച്ചു പോകുന്നു. ഇതായിരുന്നു എൻ്റെ മനസ്സിൽ. ഇവിടെ വന്നു. അപ്പം എൻ്റെ കൂടെയുള്ളവർക്ക് 2 പേർക്കും ഉടമ്പടി എടുക്കണം, അവർക്ക് കാശുരൂപം വേണം എന്നൊക്കെ പറയുന്നത്. അപ്പം എനിക്ക് ഈ കാശുരൂപത്തെക്കുറിച്ചിട്ട് എനിക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. എന്താണ് കാശുരൂപം എന്നോ അല്ലെങ്കിൽ അതിനെക്കുറിച്ചിട്ട് എനിക്കൊന്നും ഒരു ഇതും ഉണ്ടായിരുന്നില്ല. അപ്പം എൻ്റെ കൂടെ എടുക്കുന്ന ഒരു കുട്ടി പറഞ്ഞു, എടി കാശുരൂപം ഉണ്ടെങ്കിൽ എക്സാമിന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മഹാ അത്ഭുതം നടക്കും, നമുക്ക് മാതാവ് എല്ലാം കാണിച്ചു തരുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ശരി, ഇവിടെ ഞാൻ ഉടമ്പടി എടുക്കാം. അങ്ങനെ ഞാൻ മമ്മീനെ വിളിച്ചു. എന്നിട്ട് ഞാൻ മമ്മീനെ വിളിച്ചിട്ട് പറഞ്ഞു, മമ്മി ഞാൻ ഉടമ്പടി എടുക്കാം, മമ്മി എനിക്ക് കാശ് രൂപം വേണം എക്സാമിന് പോവാൻ, അപ്പം ഞാൻ ഉടമ്പടി എടുക്കാം, മമ്മി പ്രയർ ചൊല്ലണം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഫോൺ വിളിച്ചിട്ട് ഞാനിവിടുത്തെ ക്ലാസ്സിന് കയറി കഴിഞ്ഞപ്പോൾ അച്ഛൻ്റെ ക്ലാസ്സൊക്കെ കൂടി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ തീരുമാനിച്ചു അങ്ങനെയല്ല ഉടമ്പടി എടുക്കേണ്ടത്, അവനോനാണ് ഉടമ്പടി എടുക്കേണ്ടത്, എന്നാലേ മാറ്റം ഉണ്ടാവുള്ളൂ എന്ന് എനിക്കെന്തോ പെട്ടെന്നൊരു ബോധ്യം വന്നു. ഞാൻ എൻ്റെ കൂടെ ഇരിക്കുന്നവരോട് പെട്ടെന്ന് ആ ലാസ്റ്റ് മൊമെൻറ്റിലാണ് ഞാൻ പറയുന്നത്, ഇല്ല ഞാൻ തന്നെയാണ് ഉടമ്പടി എടുക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഞാൻ ഉടമ്പടി എടുത്തു. ഞാൻ ഇവിടെ നിന്ന് പോയി. അന്ന് മുതൽ ഞാൻ ഒരു ഓർത്തഡോക്സ്, ഞാൻ ക്രിസ്ത്യാനിയാണ്, ഞാനൊരു ഓർത്തഡോക്സ് ആണ്, സഭയിൽ പെടുന്ന ഒരാളാണ്. ഞാൻ 7:30 കുർബാന തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 8:30 പള്ളിയിൽ പോകുന്ന ഒരാളായിരുന്നു. എനിക്ക് പള്ളി അങ്ങനെ പോകുക, എനിക്ക് മാതാവിൽ വിശ്വാസമുള്ള ഒരാളാണ് ഞാൻ പ്രാർത്ഥിക്കും അതിനപ്പുറം എനിക്കൊന്നുമില്ല. എൻ്റെ ചേട്ടായി ഒരു ശുശ്രൂഷകനാണ്. ചേട്ടായിൻ്റെ വിശ്വാസം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചേട്ടായി ദൈവത്തിൽ മാത്രം വിശ്വസിച്ചിട്ട് ജീവിക്കുന്ന ഒരാളാണ്. ചേട്ടായി ബൈബിൾ വായിക്കാതെ എവിടേക്കും പോകത്തില്ല, വീട്ടിൻ്റെ വെളിയിൽ ഇറങ്ങത്തില്ല. മമ്മി ആയാലും എപ്പോഴും പ്രാർത്ഥനകൾ യൂട്യൂബിലും മറ്റും എടുത്ത് കാണുന്ന ഒരാളാണ്. പപ്പയായാലും പ്രാർത്ഥിക്കും, അങ്ങനെയൊക്കെയാണ്. പക്ഷേ എന്നെ സംബന്ധിച്ച് ഞാൻ 7:30 കുർബാന തുടങ്ങിക്കഴിഞ്ഞാൽ 8:30 പള്ളിയിൽ പോകും, അല്ലെങ്കിൽ 8:45 ഞാൻ പള്ളിയിൽ പോകും. അപ്പോൾ വീട്ടിലെപ്പോഴും വഴുക്കൊക്കെ കൂടും. അപ്പം ഞാൻ ചോദിക്കും പള്ളിയിൽ പോയാൽ പോരെ, ദൈവത്തിനോട് കാര്യം പറഞ്ഞാൽ പോരെ, പള്ളിയിൽ തന്നെ പോകണോ, എങ്ങനെയൊക്കെ ചോദിക്കുന്ന ഒരാളാണ് ഞാൻ. കുർബാന വാങ്ങിക്കത്തില്ല, അതായത് നമ്മൾ ഇങ്ങനെ വായം കൊണ്ടുള്ള നുണയൊക്കെ പറഞ്ഞിട്ട് കുർബാന വാങ്ങിച്ചു കഴിഞ്ഞാൽ അതെങ്ങനെ ശരിയാവുക എന്നാണ് എൻ്റെ ഒരു ഫിലോസഫിയിൽ ഞാൻ അങ്ങനെയായിരുന്നു ചിന്തിച്ചുകൊണ്ടിരുന്നത്. ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഒരു ഞായറാഴ്ച പോലും പിന്നീട് ഒരാഴ്ച പോലും ഞാൻ പള്ളിയിലും മുടങ്ങിയിട്ടില്ല. ഞാൻ എല്ലാ ആഴ്ചയിലും ഞാൻ പള്ളിയിൽ പോകും, കുർബാന അനുഭവിക്കും. എൻ്റെ ഓർമ്മയിൽ ഞാൻ കുമ്പസാരിച്ചത് എന്നാന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ 2-3 വർഷങ്ങൾക്ക് മുമ്പായിരുന്നു ഞാൻ കുമ്പസാരിച്ചത്. ഞാനിവിടെ ഉടമ്പടി എടുത്തിട്ട് ഞാൻ കുമ്പസരിച്ചു. ഞാൻ ഒന്നരാഴ്ച കൂടുമ്പോൾ ഞാൻ പോയിട്ട് കുമ്പസരിച്ചു.
കുർബാന തുടങ്ങുമ്പോൾ ഞാൻ പോയിട്ട് അവസാനിക്കുന്ന വരെ ഞാൻ ഇരിക്കും, കുർബാന അനുഭവിക്കും, എല്ലാം ചെയ്യും. അതേക്കൂട്ട് ഞാനിവിടെ പല ട്രോളുകൾ വഴിയാണ് ഞാനിവിടുത്തെ കൂടുതൽ കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞത്. അതുകൊണ്ട് എനിക്കിവിടുത്തെ പത്രം വിൽക്കുവാനൊക്കെ ഭയങ്കര മടിയായിരുന്നു. എന്ത് അത്ഭുതമാണെന്ന് എനിക്കറിയത്തില്ല. ഞാനിവിടുന്ന് പത്രം വാങ്ങിച്ചിട്ട് പോകുമ്പോഴും എനിക്ക് ഭയങ്കര മടി. ഞാൻ ആദ്യം വിചാരിച്ച 3 മാസത്തെ പത്രം ഒരുമിച്ച് വാങ്ങിച്ചിട്ട് പോയിട്ട് ആർക്കെങ്കിലും കൊടുക്കുക എന്നായിരുന്നു എൻ്റെ പ്ലാന്. ഞാൻ അവിടെ വാങ്ങിക്കാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് എന്നെ കൊണ്ട് ആരോ പറയിപ്പിച്ചു ഒരു മാസത്തെ മതിയെന്ന്. അങ്ങനെ ഞാൻ 1 മാസത്തെ വാങ്ങിച്ചിട്ട് ഞാൻ പോയി. എനിക്ക് കൊടുക്കാൻ മടിയായിരുന്നു. ആൾക്കാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആൾക്കാർ എന്ത് വിചാരിക്കും, ഇവിടെ ട്രോളുകളൊക്കെയാണ് കൂടുതലും ഞാൻ കണ്ടിരിക്കുന്നത്. അപ്പോൾ ആൾക്കാർ എന്നെ കളിയാക്കുമോ അങ്ങനെയുള്ള വിചാരമായിരുന്നു. അങ്ങനെ ഞാൻ അതിനെന്നെ മാതാവ് എന്നെ ഹെൽപ്പ് ചെയ്തത് ഇവിടെ തന്നെ ഉടമ്പടി എടുത്ത വേറൊരു കുട്ടി വഴിയാണ്. അവൾ പറഞ്ഞു, നീ ഇത് നാണിക്കൊന്നും വേണ്ട, നീ കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് അവൾ എൻ്റെ കൂടെ വന്ന് ഞങ്ങൾ 2 പേരും കൂടി ഒരു പള്ളീൻ്റെ ഫ്രണ്ടിൽ നിന്നിട്ട് ഞങ്ങൾ ഉടമ്പടി പത്രം ഞങ്ങൾ കൊടുത്തു കഴിഞ്ഞിട്ട് ഞാൻ എല്ലാ ആഴ്ചയിലും ഞാൻ പള്ളിയിൽ പോകും, കുർബാന അനുഭവിക്കും, ഞാൻ കുമ്പസാരിക്കും. അങ്ങനെയൊക്കെ ആയതോടുകൂടി എൻ്റെ ജീവിതത്തിൽ ഒത്തിരി മാറ്റങ്ങൾ ഉണ്ടാവാൻ തുടങ്ങി. ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത് കഴിഞ്ഞതും ഞാൻ അതുവരെ IELTS കോച്ചിങ്ങിന് പോയിട്ട് എനിക്ക് ഒട്ടും ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടായിരുന്നില്ല. ആ ക്ലാസ്സിലെ ഏറ്റവും മോശം കുട്ടി ഞാനായിരുന്നു. കാരണം +2 കഴിഞ്ഞിട്ട് വന്നിരിക്കുന്ന പിള്ളേരടക്കം നല്ല സ്കോർ വാങ്ങിക്കുമ്പോൾ ഞാൻ മാത്രം നിസ്സാര സ്കോർ വാങ്ങിക്കും. അപ്പോൾ അവരൊക്കെ എന്നോട് ചോദിക്കും, ചേച്ചി ഇത്രയൊക്കെ വലുതായത്, മീൻസ് ഇത്രയും വലിയൊരാൾ ഇത്ര ചെറിയൊരു സ്കോർ വാങ്ങിക്കുമ്പോൾ എല്ലാവരും എന്നെ കളിയാക്കുമായിരുന്നു. അപ്പം ഞാൻ അങ്ങനെ മമ്മീനെ വിളിക്കുമ്പോൾ മമ്മി എനിക്കൊരു വചനം പറഞ്ഞു തരുമായിരുന്നു. മറ്റേ കർത്താവിനെ നോക്കിയവർ പ്രകാശിതരായി എന്നുള്ളതും മനുഷ്യന് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണെന്നുള്ള 2 വചനങ്ങൾ എനിക്ക് പറഞ്ഞു തന്നു. മമ്മി പറയും, നീ അത് എഴുത്, നീ വേറെ ഒന്നും ചെയ്യണ്ട, നീ അതൊരു ബുക്കിൽ എഴുതുമെന്ന് പറയും. അല്ലെങ്കിൽ നീ അതൊരു വെറുതെ ഇരിക്കുമ്പോൾ അതൊക്കെ വെറുതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാൻ പറയും. ഞാൻ അങ്ങനെ അത് വെറുതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു. പെട്ടെന്ന് എനിക്ക് തോന്നി എനിക്ക് ക്ലാസ് മാറണം, ബാച്ച് മാറണം എന്ന് എനിക്ക് തോന്നി. ഒരു തോന്നലായിരുന്നു. അത് എന്താണ് എന്നെനിക്കറിയത്തില്ല. ഒരു ദിവസം പ്രാർത്ഥന കഴിഞ്ഞു, വൈകുന്നേരത്തെ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ബാച്ച് മാറണമെന്ന്. ഞാനങ്ങനെ മോർണിംഗ് ബാച്ചിലോട്ട് ഷിഫ്റ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഡേറ്റ് എടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ ഡെയിലി ക്ലാസ്സിൽ പോകുന്നുണ്ടായിരുന്നു. മോർണിംഗ് 7:30 മുതൽ 10:00 വരെ ആയിരുന്നു എനിക്ക് ക്ലാസ്. ഞാൻ ഒരു ദിവസം പോലും മുടങ്ങാണ്ട് ഞാൻ ക്ലാസ്സിൽ പോകാൻ തുടങ്ങി. ചെറിയ ഇമ്പ്രൂവ്മെൻ്റ് ഒക്കെ വരാൻ വേണ്ടി തുടങ്ങി. അപ്പം മമ്മി പറഞ്ഞു, അത് മാതാവ് കാണിച്ചു തന്നൊരു വഴിയാണ്, നല്ല വഴിയാണ്, നീ ഇതേപോലെ തന്നെ മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞു. പെട്ടെന്ന് എനിക്കൊരു പനി വന്നു. പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സാം ഡേറ്റ് എടുത്തിട്ട് കറക്റ്റ് 6 ദിവസം മുമ്പാണ് എനിക്ക് ഈ പനി വരുന്നത്. എനിക്ക് ക്ലാസ്സിൽ പോകാൻ പറ്റുന്നില്ല. ഇത് ഒരു ദിവസം നമ്മൾ പ്രാക്ടീസ് മുടങ്ങിക്കഴിഞ്ഞാൽ തന്നെ നല്ലോണം ലോ ആകും നമുക്ക് മാർക്കുകളൊക്കെ. അപ്പം ഞാൻ അടുപ്പിച്ച് ഒരു 2 ആഴ്ച ക്ലാസ്സിൽ പോയിട്ട് എനിക്ക് നല്ല ഇമ്പ്രൂവ്മെൻറ്റ് കണ്ടിട്ടാണ് ഞാൻ ഇവിടുന്ന് ഡേറ്റ് എടുത്തത്. എനിക്ക് ഉറപ്പായിരുന്നു നമുക്കൊന്ന് എഴുതി നോക്കാം, അങ്ങനെയുള്ളൊരു വിശ്വാസത്തിലായിരുന്നു ഞാൻ എടുത്തത്. പെട്ടെന്ന് എനിക്കൊരു പനി വന്നിട്ട് എനിക്ക് കിടക്കയിൽ നിന്ന് എനിക്ക് എണീക്കാൻ പറ്റുന്നില്ല. ഞാനിവിടെ ഹോസ്റ്റലിലായിരുന്നു. തലവേദനയും കണ്ണുവേദനയും കാരണം എനിക്ക് എണീക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. എന്നിട്ട് എൻ്റെ ഹോസ്റ്റലിലൊരു ചേച്ചി ഉണ്ടായിരുന്നു. ആ ചേച്ചി ഇവിടെ ഉടമ്പടി എടുത്തൊരു ചേച്ചിയാണ്. ആ ചേച്ചി എന്നെ കൊണ്ടിട്ട് ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞപ്പോൾ അവർ പെട്ടെന്ന് തന്നെ അത്യാഹിത വിഭാഗത്തിൽ കയറ്റിയിട്ട് എനിക്ക് ട്രിപ്പൊക്കെ ഇട്ടു. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തിട്ടും എൻ്റെ തലവേദന മാറുന്നില്ല, കണ്ണുവേദനയും തലവേദനയും എന്ത് ചെയ്തിട്ടും മാറുന്നില്ല. അപ്പോൾ അവർ പറഞ്ഞു ചെക്കപ്പ് ചെയ്യണമെന്ന് പറഞ്ഞു. ചെക്കപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഡോക്ടർ എന്നെ നോക്കിയിട്ട് പറഞ്ഞു, ഡെങ്കു ആവാനാണ് ചാൻസ്. അങ്ങനെയാണെങ്കിൽ മോൾ ഹോസ്റ്റലിൽ പോയിട്ട് നാളെ രാവിലെ മോൾ തിരിച്ചു വരണം. അങ്ങനെ 8 ദിവസം ഇവിടെ ട്രിപ്പ് ഇടേണ്ടതായിട്ട് വരും. അപ്പം ഞാൻ ഇങ്ങനെ എക്സാമിൻ്റെ കേസ് പറയുന്നുണ്ട്. എനിക്ക് വല്ല ഡോസ് കൂടിയ മരുന്ന് വേണം, പെട്ടെന്ന് എനിക്ക് മാറണം, എനിക്ക് എക്സാമാണ്, സ്പീക്കിംഗ് എനിക്ക് വരുന്നുണ്ട്, ചുമയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് സ്പീക്കിംഗ് ആണ്, എനിക്ക് ഡോസ് കൂടിയ വല്ല മരുന്നും വേണം എന്നൊക്കെ ഞാൻ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, റിസൾട്ട് വരാണ്ട് നമുക്കൊന്നും പറയാൻ വേണ്ടി പറ്റത്തില്ല, നമുക്കൊരു 95% ഡെങ്കു ആവാനാണ് ചാൻസ് എന്ന് പറഞ്ഞു.
ഞാൻ മമ്മീനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, മമ്മി ഇങ്ങനെയാണ് പറയുന്നത് എന്ന് പറഞ്ഞു. മമ്മി പിറ്റേ ദിവസം രാവിലെ അവിടെ നിന്ന് ബാഗൊക്കെ പാക്ക് ചെയ്ത് ഡ്രസ്സൊക്കെ എടുത്തിട്ട് ഇങ്ങോട്ടേക്ക് വന്നു. വരുന്ന വഴിക്ക് മമ്മി മാതാവിനോട് പ്രാർത്ഥിച്ചു, എൻ്റെ മോൾക്ക് ഡെങ്കു പോയിട്ട് ഒരു വൈറൽ ഫീവർ പോലും ആവരുത്, ഒരു സാധാ പനിയാന്ന് ഡോക്ടർ പറയണം എന്ന് പറഞ്ഞു. അത്ഭുതം എന്ന് പറയട്ടെ, ഡെങ്കു ആന്ന് പറഞ്ഞ അതേ ഡോക്ടർ എന്നോട് പറഞ്ഞത് ഇതൊരു സാധാ പനിയാ, ഇതൊന്നും കാര്യമാക്കാല്ല, ഇത് ഒരു ദിവസം മരുന്ന് കഴിച്ചാൽ മാറാവുന്ന കേസുള്ളൂ എന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു. ഞാൻ ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഞാൻ തൈലം പുരട്ടിയിട്ടാണ് ഞാൻ ഇറങ്ങിയത്. എല്ലാ ദിവസവും ഞാൻ ഭയങ്കര തലവേദന എടുത്തിട്ട് ഞാൻ കരയുമ്പോൾ ഇവിടെ ഉടമ്പടി എടുത്തൊരു ചേച്ചിയുണ്ട്. ആ ചേച്ചി എനിക്ക് ഡെയിലി വൈകുന്നേരം കിടക്കണതിന് മുമ്പ് തൈലം പുരട്ടി തരും, നീ കരയണ്ട നിനക്ക് മാറും എന്ന് പറയും. അപ്പോൾ എൻ്റെ പരീക്ഷണങ്ങൾ കണ്ടിട്ട് എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. ഞാനിരുന്ന് കരയുമ്പോൾ എന്നോട് പറയും, നീ മര്യാദയ്ക്ക് പഠിച്ചിട്ട് നീ പരീക്ഷ എഴുതുകയാണെങ്കിൽ അത് നിൻ്റെ പ്രയത്നമാണെന്നേ നീ കരുതത്തുള്ളൂ, അല്ല നീ ഇങ്ങനെ എന്താ പറയുക, നിനക്ക് ഇങ്ങനെ ഓരോ പരീക്ഷണങ്ങൾ തന്ന് നിനക്ക് പഠിക്കാണ്ടാണ് നീ ഈ എക്സാം എഴുതുന്നതെങ്കിൽ അതാ മാതാവിൻ്റെ അനുഗ്രഹമാണ്, അനുഗ്രഹത്തിന് വേണ്ടിയിട്ടാണ്, നീ ടെൻഷൻ അടിക്കണ്ടെന്ന് പറഞ്ഞിട്ട് എന്നെ ചേച്ചി ഇങ്ങനെ എപ്പോഴും മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. എനിക്കത് ഭയങ്കര ഒരു അത്ഭുതം പോലെയായിരുന്നു. എന്തൊരു ഭയങ്കര ഒരു എനർജി പോലെയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഡോക്ടർ പറഞ്ഞു ഇതൊരു സാധാ പനിയാണെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ ഹോസ്റ്റലിലോട്ട് ഞാൻ തിരിച്ചു വന്നു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ക്ഷീണമായിരുന്നു. എനിക്ക് കിടക്കേന്ന് എനിക്ക് എണീക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എണീറ്റിട്ട് ഇങ്ങനെ 2 മിനിറ്റ് ഇരിക്കുമ്പോഴേക്കും തല കറങ്ങുമായിരുന്നു. ഞാൻ പിന്നെയും കിടക്കും. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാനിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻ്റെ എക്സാമിന് മുമ്പ് ഞാനൊരു 6 പേർക്കെങ്കിലും എനിക്ക് ഫുഡ് കൊടുക്കണം, പാവപ്പെട്ട ആർക്കെങ്കിലും ഒരു ഫുഡ് കൊടുക്കണം എന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ മനസ്സിന് ഞാനിങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് എന്നെക്കൊണ്ട് ഇങ്ങനെ തോന്നിപ്പിക്കുകയായിരുന്നു. അപ്പം ഞാൻ അതിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ഹോസ്റ്റലിലാണ് നിൽക്കുന്നത്. അപ്പോൾ അവിടെ ഫുഡ് പ്രിപ്പയർ ചെയ്തിട്ട് കൊടുക്കുക എന്ന് പറയുന്നതൊന്നും ഒരു പോസിബിളായിട്ടുള്ളൊരു കാര്യമല്ല. അപ്പം എൻ്റെ കൂടെയുള്ളൊരു ചേച്ചി മാതാവ് എപ്പോഴും എന്നെ ഹെൽപ്പിന് വേണ്ടിയിട്ട് വിട്ടും കൊണ്ടിരുന്നത് ഇവിടെ ഉടമ്പടി എടുത്തിട്ടുള്ള ഒരാൾക്കാരെയായിരുന്നു. അതെനിക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. എപ്പോഴും എനിക്ക് ഇവിടുന്ന് ഹെൽപ്പിന് എന്നെ ആൾക്കാരെ വിടുന്നത് ഇവിടെ ഉടമ്പടി എടുത്തിട്ടുള്ള ആൾക്കാരെയായിരുന്നു. അങ്ങനെ ആ ചേച്ചി പറഞ്ഞു, ഓക്കെ നമുക്ക് ഫുഡ് ഉണ്ടാക്കാം. ഞങ്ങൾ 2 പേരും കൂടി ഫുഡ് ഉണ്ടാക്കി. അന്നേരം എനിക്ക് ഭയങ്കര പനിയായിരുന്നു. ചേച്ചിക്ക് ഞാൻ ഇങ്ങനെ ചാരി ഇരുന്നിട്ടൊക്കെ ആയിരുന്നു വെജിറ്റബിൾസ് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അല്ലെങ്കിൽ കുക്ക് ചെയ്യണ സമയത്ത് അടുപ്പത്ത് എന്തെങ്കിലും ചേച്ചി വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ എനിക്ക് ഇളക്കാനൊന്നും പോകാൻ വയ്യായിരുന്നു. ഞാൻ ഫുൾ ടൈം കിടക്കുമായിരുന്നു. അപ്പോൾ ചേച്ചി പറഞ്ഞു, നീ പേടിക്കണ്ട, ഞാൻ നിനക്കെല്ലാം ചെയ്തു തരാം. ഞങ്ങൾ 2 പേരും കൂടിയിട്ടാണ് ചെയ്യുന്നത്. ഞാൻ 6 പേർക്ക് കൊടുക്കാമെന്നായിരുന്നു ഞാൻ എൻ്റെ മനസ്സിൽ തോന്നിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ചേച്ചിയും കൂടി ഉള്ളപ്പോൾ 6 പേർക്ക് സാധിക്കില്ല. ഞങ്ങൾക്ക് അവിടെ ഫുഡ് 6 പേർക്ക് കുക്ക് ചെയ്യാനേ പറ്റത്തുള്ളൂ. അങ്ങനെ ഞങ്ങൾ 6 പേർക്ക് കുക്ക് ചെയ്തിട്ട് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്കൊരിക്കലും ആർക്കെങ്കിലും കൊണ്ടേ കൊടുക്കാൻ പറ്റിയ ഒരു സിറ്റുവേഷൻ ആയിരുന്നില്ല. എനിക്ക് തീരെ വയ്യായിരുന്നു. ഞാൻ കിടപ്പ് തന്നെയായിരുന്നു. അപ്പോൾ ചേച്ചി എന്നോട് പറഞ്ഞു, എടാ എനിക്ക് പാത്രമൊക്കെ കഴുകി വെക്കണം, നീ ഒരു കാര്യം ചെയ്യോ, നീ ഇതൊന്ന് കൊണ്ടേ കൊടുക്കോ, നീ ഇതൊന്ന് കൊണ്ടേ കൊടുക്കണ സമയത്ത് കലൂര് പള്ളീൻ്റെ ഫ്രണ്ടിലാണ് ഞങ്ങൾ കൊടുക്കാൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം നീ അങ്ങോട്ടേക്കൊന്ന് പോകുമോ, ഞാനപ്പോഴേക്കും ഞാൻ നിൻ്റെ പുറകെ കൂടെ ഞാൻ വരാം എന്ന് പറഞ്ഞു. ചേച്ചി പാത്രം കഴുകി വെക്കണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പെട്ടെന്ന് എനിക്ക് എന്തോ ഒരു ഇതിന് ഓക്കെ എന്ന് പറയാൻ തോന്നുകയും ഞാനങ്ങനെ നടന്നു. കലൂര് പള്ളിക്ക് ഞാൻ നടന്നു. നല്ല വെയിലായിരുന്നു, എനിക്ക് തീരെ വയ്യായിരുന്നു. എന്നിട്ട് ഞാൻ പോയി അവിടെ ഉള്ളവർക്ക് ഞാൻ ഭക്ഷണം കൊടുത്തു. ആ 6 പേർക്കും 6 പൊതിച്ചോറായിരുന്നു ഞങ്ങൾ ഉണ്ടാക്കിയത്. ആ 6 പൊതിച്ചോറും എൻ്റെ കൈ കൊണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഭാഗ്യമുണ്ടായി. അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒരു അമ്മച്ചി എന്നോട് വന്നിട്ട് ചോദിച്ചു, മോളൊരു 2 പേർക്കുള്ളൊരു ഫുഡും കൂടി ഉണ്ടാകുമോ, ഇവിടെ 2 പേർക്ക് ഇതുവരെ ഭക്ഷണം കിട്ടിയിട്ടില്ല, 2 പേർക്കുള്ള ഫുഡും കൂടി ഉണ്ടാവുമോ എന്ന് ചോദിച്ചു. എനിക്ക് തീരെ വയ്യായിരുന്നു, എനിക്ക് എണീറ്റ് നിൽക്കാൻ പോലും വയ്യായിരുന്നു. ഞാൻ കലൂര് പള്ളീൻ്റെ ഉള്ളിൽ പോയിട്ട് ഇരുന്നിട്ട് ഞാൻ ഈ ചേച്ചീനെ വിളിച്ചു. ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു, ചേച്ചി 2 പേർക്കുള്ള ഫുഡും കൂടി വേണം, തികഞ്ഞിട്ടില്ല, ഇങ്ങോട്ട് വന്ന് ചോദിക്കുകയായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ചേച്ചീൻ്റെ മനസ്സിൽ ചേച്ചിക്ക് ആർക്കെങ്കിലും 2 പേർക്ക് കൊടുക്കണം എന്നുണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് അത്ഭുതം എന്ന് പറഞ്ഞാൽ അവിടെ നമുക്ക് കറികളൊന്നും ബാക്കി ഉണ്ടായിരുന്നില്ല. ഞങ്ങളെല്ലാ കറിയും വടിച്ചെടുത്തിട്ടായിരുന്നു ഞങ്ങൾ ഈ 6 പൊതിച്ചോറ് കെട്ടിയത്. പെട്ടെന്ന് ചേച്ചി എനിക്ക് ഉച്ചയ്ക്ക് ഹോസ്റ്റലിൽ നിന്ന് കിട്ടിയ ഫുഡ് ഉണ്ടായിരുന്നു, അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ചേച്ചി പെട്ടെന്ന് പാക്ക് ചെയ്തു. അതേക്കൂട്ട് ചേച്ചിക്ക് ഉച്ചയ്ക്ക് കഴിക്കാൻ വേണ്ടി വെച്ച ഫുഡ് ഉണ്ടായിരുന്നു, അത് ചേച്ചി പാക്ക് ചെയ്ത് 2 പെട്ടെന്ന് കൊണ്ടുവന്നിട്ട് കൊടുത്തു.
അങ്ങനെ ഞാൻ സ്പീക്കിങ്ങിന് പോകുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ചുമയായിരുന്നു. ചുമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുമ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നിൽക്കത്തില്ല. ഞാൻ പെട്ടെന്ന് തൈലം എടുത്തിട്ട് നാവിൽ കുരിശ് വരച്ചിട്ടായിരുന്നു ഞാൻ പോയിട്ട് സ്പീക്കിങ്ങിൻ്റെ സമയത്ത് ഞാൻ അവിടെ എന്താ പറഞ്ഞതെന്ന് എനിക്കറിയത്തില്ല. സത്യം പറഞ്ഞത് ഫുള്ള് പൊട്ടത്തെറ്റാണെന്ന് എനിക്കറിയാം. കേട്ടും കൊണ്ടിരുന്ന സാറ് ചിരിക്കുകയായിരുന്നു. അത് ചിരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ കോൺഫിഡൻസ് കളയുന്ന ഒരു ചിരിയായിരുന്നു. തുടങ്ങിയപ്പോൾ മുതൽ ഇരുന്ന് ചിരിയായിരുന്നു. അപ്പം ഞാൻ എന്നിട്ട് ഇറങ്ങിയതിന് ശേഷം എല്ലാവരോടും പറയുകയും ചെയ്തു, ആ സാർ എന്താ ഇങ്ങനെ ചിരിക്കാൻ കാരണം, എന്നാൽ ആ സാർ അങ്ങനെ ചിരിക്കരുതായിരുന്നു, ഞാൻ പറയുന്നത് പൊട്ടത്തെറ്റാണെങ്കിലും സാർ ഇരുന്ന് ചിരിക്കരുതായിരുന്നു എന്ന് പറയുമായിരുന്നു. ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു, ഒന്നല്ലെങ്കിൽ പുണ്യാളനോ അല്ലെങ്കിൽ മാതാവോ എൻ്റെ അടുത്തേക്ക് വരണം, മാതാവിന് വരാൻ സാധിച്ചില്ലെങ്കിൽ പുണ്യാളനെ എൻ്റെ അടുത്തേക്ക് വിട്ടേക്കണം എന്ന് ഞാൻ എപ്പോഴും പറയുമായിരുന്നു. എനിക്ക് വന്ന സാറിൻ്റെ പേര് ആൻ്റണി എന്നായിരുന്നു. അങ്ങനെ ഞാൻ അത് കഴിഞ്ഞു. എനിക്ക് സ്പീക്കിങ്ങിൻ്റെ സമയത്ത് ഞാനൊന്ന് ചുമയ്ക്ക് പോയിട്ട് ഞാൻ അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ ചുമച്ചിട്ടില്ല. ആ തൈലം ഞാൻ നാവിൽ കുരിശ് വരച്ചേ പിന്നെ അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ ചുമച്ചിട്ടില്ല. ഞാനതെല്ലാവരോടും ഞാൻ പറയുകയും ചെയ്തു. എല്ലാവർക്കും അത് അത്ഭുതമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ റൈറ്റിങ്, റീഡിങ്, ലിസണിങ് ഒരു ദിവസമായിരുന്നു. ഞാൻ അതിനു വേണ്ടി പോകുന്ന സമയത്ത് പനി കാരണം ഈ ദിവസങ്ങളിലൊന്നും ഞാൻ ബുക്കെടുത്ത് ഞാൻ നോക്കിയിട്ടേ ഇല്ല. ചുമ്മാ ഞാൻ ഫോൺ എടുത്തിട്ട് സാക്ഷ്യം കേൾക്കും, ഇൻസ്റ്റാഗ്രാമിൽ വരുന്ന സാക്ഷ്യങ്ങൾ കേൾക്കും, അല്ലെങ്കിൽ യൂട്യൂബിൽ ഷോർട്സ് വീഡിയോസ് ഇരുന്നിട്ട് കാണും. അങ്ങനെയൊക്കെ ഇരുന്നിട്ട് കാണുന്നല്ലാണ്ട് ഞാൻ ബുക്ക് എടുത്തിട്ട് ഒന്നും ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടില്ല. റീഡിങ്ങും ലിസണിങ്ങിൻ്റെ തലേ ദിവസം ഞാൻ ഒരു റീഡിങ്ങും ഒരു ലിസണിങ്ങും ചെയ്തിട്ടാണ് ഞാൻ പോയത്. ഞാൻ റൈറ്റിംഗ് ഒന്നും നോക്കിയിട്ടില്ല. ഞാൻ മാതാവിനോട് ഞാൻ പറഞ്ഞു, ഇവിടുന്ന് ഇറങ്ങുന്ന സമയത്ത് മാതാവ് എൻ്റെ കൂടെ ഉണ്ടായിരിക്കണം, എനിക്ക് വേറെ ഒന്നും അറിയണ്ട, എൻ്റെ കൂടെ ഉണ്ടായിരിക്കണം. ഞാൻ പ്രാർത്ഥിച്ചത് എൻ്റെ ഫസ്റ്റത്തെ ഉടമ്പടിയും വെച്ചത് ഇതാണ്, എനിക്ക് IELTSന് എനിക്ക് പോകാനുള്ള സ്കോർ വേണം, എനിക്ക് കൂടുതലൊന്നും വേണ്ട, കറക്റ്റ് സ്കോർ മതി, എനിക്ക് പോകാനുള്ള സ്കോർ വേണം എന്നായിരുന്നു ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് ഞാൻ ഹാളിലേക്ക് കയറുന്നതിന് തൊട്ട് മുമ്പ് ഞാൻ തൈലം ഫുള്ളും ഞാൻ കുരിശ് വരച്ച് എൻ്റെ കയ്യിലൊക്കെ ഞാൻ തേച്ച് ഞാൻ പ്രാർത്ഥിച്ചിട്ട് കയറുന്ന സമയത്ത് ഞാൻ അവിടെ ഇരിക്കുമ്പോൾ ഒക്കെ വിശ്വാസപ്രമാണം ചൊല്ലിക്കൊണ്ടേയിരുന്നു. അതേക്കൂട്ട് മമ്മി പറഞ്ഞു തന്ന 2 വചനങ്ങൾ ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു. ഓരോ മൊഡ്യൂൾസ് കഴിയുമ്പോഴും നമുക്ക് സമയം കിട്ടും, ഒരു 5 മിനിറ്റൊക്കെ കിട്ടുന്ന സമയത്ത് ഞാനൊരു വിശ്വാസപ്രമാണം ഈ 2 തിരുവചനങ്ങൾ ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ക്വസ്റ്റ്യൻസ് ഒക്കെ ഓരോന്ന് കേൾക്കുമ്പോഴും ഞാൻ ഈ തിരുവചനങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഞാൻ ആദ്യമായിട്ടാണ് റൈറ്റിങ്ങിന് എക്സ്ട്രാ ഒരു പേപ്പർ വാങ്ങിച്ചിട്ട് ഞാൻ എഴുതുന്നത്. അങ്ങനെ ഞാൻ എൻ്റെ എല്ലാം കഴിഞ്ഞു. ഞാൻ വരുമ്പോഴൊക്കെ വീട്ടിൽ വന്നു കഴിഞ്ഞിട്ടൊക്കെ മമ്മി എന്നോട് പറയുമായിരുന്നു, നിനക്കത് കിട്ടും, നിനക്കത് കിട്ടാൻ വേണ്ടിയിട്ടാണ്, നിനക്കത് കിട്ടും എന്ന് എപ്പോഴും പറയുമായിരുന്നു. അതേക്കൂട്ട് എല്ലാവരും എന്നോട്, ഫ്രണ്ട്സൊക്കെ പറയും എന്നോട്, നീ ഉടമ്പടി എടുത്തതാണ്, എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നില്ല കിട്ടുമെന്നുള്ളത്. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും എന്നോട് പറയുമായിരുന്നു, നീ ഉടമ്പടി എടുത്തതാ, അത് നിനക്ക് കിട്ടും എന്നുള്ളത്. അപ്പോൾ എനിക്കൊരു ഭയങ്കര ഒരു വിശ്വാസമായിരുന്നു. റിസൾട്ട് വന്നു. ഞാൻ ആദ്യമായിട്ട് IELTS ഫസ്റ്റ് ടൈമാണ് എഴുതുന്നത്. എനിക്ക് പോകാനുള്ള സ്കോർ കിട്ടി. ഇത് മാത്രമല്ല, ഇവർ എനിക്ക് വേണ്ടിയിട്ട് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞാൻ ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥന എടുത്തിട്ട് ഞാൻ അന്ന് ഉടമ്പടി എടുത്തിട്ടില്ല. അന്ന് ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് എനിക്ക് പോകാൻ സാധിക്കണേ എന്ന് പറയുമായിരുന്നു. അന്ന് UK കെയർ ഹോമിലൊരു ആള് എൻ്റെ ചേട്ടായിനോട്, അവർക്ക് സ്വന്തമായിട്ട് കെയർ ഹോം ഉള്ളതാണ്, അവർ എൻ്റെ ചേട്ടായിനോട് ഇങ്ങോട്ടേക്ക് വന്നിട്ട് ചോദിച്ചു, അനീത്തി എന്താ ചെയ്യുന്നത് എന്നെല്ലാം ചോദിച്ചു. അനീത്തിക്ക് ഇങ്ങോട്ടേക്ക് വരാൻ താല്പര്യമുണ്ടോ, അവൾക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ അവളോട് IELTS എക്സാം എഴുതുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവരിങ്ങോട്ടേക്ക് വന്നിട്ടാണ് പറഞ്ഞത്, നമ്മൾ അങ്ങോട്ടേക്ക് ചോദിക്കുകയൊന്നും ചെയ്തിട്ടില്ല. അങ്ങനെയാണ് ഈ IELTS ഞാൻ പഠിക്കുന്ന സമയത്തൊക്കെ എനിക്ക് 3 മാസത്തിനുള്ളിൽ പോകാൻ സാധിക്കണം എന്ന് പറഞ്ഞിട്ടായിരുന്നു ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നത്. ഈ സമയത്തൊക്കെ അവരിങ്ങോട്ടേക്ക്, ചേട്ടായിട്ട് അങ്ങോട്ടേക്ക് ഒരു തവണ പോലും ചോദിക്കേണ്ടതായിട്ട് വന്നിട്ടില്ല. അവരിങ്ങോട്ടേക്ക് അച്ചായൻ്റെ ഭാര്യ ആയാലും അതെ, ഇങ്ങോട്ടേക്ക് വന്നിട്ട് ചോദിക്കുമായിരുന്നു, അവളെ IELTS എക്സാം എഴുതിയോ, സ്കോർ എന്തോരം ഉണ്ട്, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചേട്ടായിനോട് ഇങ്ങോട്ടേക്ക് വന്നിട്ടായിരുന്നു ചോദിച്ചും കൊണ്ടിരുന്നത്. അങ്ങനെ
എൻ്റെ ഞാനിങ്ങനെ മാർക്ക് വേണമെന്ന് പറഞ്ഞിട്ട് എനിക്ക് കറക്റ്റ് മാർക്ക് മതി എന്ന് പറഞ്ഞിട്ട് ഞാൻ പ്രാർത്ഥിച്ചത്. എനിക്ക് നല്ല IELTS നല്ല സ്കോറുണ്ട്, എനിക്ക് പോകാൻ വേണ്ടിയിട്ട് സാധിക്കുകയാണ്. മാത്രമല്ല എൻ്റെ ചേട്ടായിൻ്റെ കാര്യം, ചേട്ടായി ഇവിടെ ഉടമ്പടി എടുത്ത ഒരാളാണ്. ചേട്ടായിക്ക് എല്ലാ എക്സാമിനും പാസ്സാവുകയും ചെയ്തു. തുടർന്ന് അവർ തന്നെ ചേട്ടായിനോട്, ചേട്ടായി അവിടെയും ശുശ്രൂഷയ്ക്ക് കൂടുന്നുണ്ട്, ഇവിടെ ശുശ്രൂഷ കൂടിക്കൊണ്ടിരുന്ന ഒരാളാണ്. അവിടെയും ചേട്ടായി ശുശ്രൂഷയ്ക്ക് ഒരു ഞായറാഴ്ച പോലും ചേട്ടായി കുർബാന മുടക്കത്തില്ല. ചേട്ടയ്ക്ക് കഴിയുമ്പോഴൊക്കെ ഡ്യൂട്ടി കളഞ്ഞിട്ടായാലും ചേട്ടായി കുർബാനയ്ക്ക് പോകും. അവിടെയും ശുശ്രൂഷ കൂടിക്കൊണ്ടിരുന്നു. ഇതെല്ലാം കണ്ടിട്ട് ഈ അച്ചായൻ ഇങ്ങോട്ടേക്ക് വന്നിട്ട് ചോദിച്ചു, ബേസിൽ നിനക്ക്, എൻ്റെ ചേട്ടൻ്റെ പേര് ബേസിൽ എന്നാണ്, നിനക്ക് PR തരാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ഇതും അവർ ചെയ്യാമെന്ന് ഇങ്ങോട്ടേക്ക് വന്ന് പറയുകയായിരുന്നു ചെയ്തത്. അങ്ങനെ അവർ ഇപ്പോൾ വിസയ്ക്ക് വേണ്ടിയിട്ടുള്ള ഇതെല്ലാം നോക്കാമെന്ന് അവർ ഏറ്റിരിക്കുകയാണ്. അടുത്തത് പറയാനുള്ളത് എൻ്റെ ദൈവവിശ്വാസം തന്നെയാണ്. എനിക്ക് എൻ്റെ വിശ്വാസത്തിൽ ഒത്തിരി മാറ്റങ്ങൾ ഉണ്ടായി. ഞാനിപ്പോൾ എല്ലാ ഞായറാഴ്ച പള്ളി പോകുന്നുണ്ട്, ഒരു ദിവസം പോലും ബൈബിൾ വായിക്കാത്തതില്ല, എപ്പോഴും സാക്ഷ്യം കേൾക്കും. എനിക്ക് ഭയങ്കര ദേഷ്യമുള്ള ഒരാളായിരുന്നു, എന്ത് പറഞ്ഞാലും ഞാൻ ദേഷ്യപ്പെടും. എൻ്റെ സ്വഭാവത്തിൽ തന്നെ ഒത്തിരി മാറ്റങ്ങൾ ഉണ്ടായി. കുറച്ചും കൂടി വിനയം എന്നിലുണ്ടായി. എപ്പോഴും ഞാൻ മമ്മീനോട് വഴക്ക് കൂടിക്കൊണ്ടിരുന്ന ഒരാളായിരുന്നു, അതെല്ലാം മാറി. ഒത്തിരി വീട്ടിൽ സന്തോഷവും സമാധാനവും എപ്പോഴും നിലനിൽക്കാനിടയായി. തൈലം വെച്ചിട്ട് എപ്പോഴും കുരിശ് വരച്ചിട്ട് പ്രാർത്ഥിക്കും. ഒത്തിരി മാറ്റം ഉണ്ടായില്ല. ഏറ്റവും വലിയൊരു മാറ്റമാണ് എൻ്റെ പപ്പയ്ക്ക് ഉണ്ടായത്. പപ്പ പള്ളിയിൽ പോകും, പ്രാർത്ഥിക്കും, ഒരു ദിവസം പോലും പ്രാർത്ഥിക്കാതിരുന്നിട്ടില്ല. ദൈവത്തിൽ ഭയങ്കര വിശ്വാസമാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ മമ്മി കൃപാസന പത്രം കൊണ്ടേ കൊടുത്തത് ഒരു ദിവസം ഇരുന്ന് ഇങ്ങനെ കൃപാസന പത്രം അല്ലെങ്കിൽ തൈലം, ഉപ്പ്, ഇതിലൊന്നും പപ്പയ്ക്ക് വിശ്വാസമില്ല. മാതാവിൽ വിശ്വാസമുണ്ട്. പപ്പ പറയും എവിടെ ഇരുന്നിട്ടായാലും മാതാവിനെ പ്രാർത്ഥിച്ചാൽ മതി, അത് ഇങ്ങോട്ടേക്ക് വരണം എന്നൊന്നുമില്ല, അങ്ങനെയൊക്കെ പറയുന്ന ഒരാളാണ്. അപ്പം മമ്മി ഒരു ദിവസം വീട്ടിലിരുന്ന് കൃപാസന പത്രം വായിക്കുന്ന സമയത്ത് പപ്പ പറഞ്ഞു, ഇനി നീ ഇതിവിടെ എടുത്ത് വായിക്കുന്ന കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനിത് ചുരുട്ടിക്കൂട്ടി കളയും എന്ന് പറഞ്ഞ ഒരാളാണ്. അപ്പം മമ്മി പപ്പ പണിക്ക് പോകുന്ന സമയത്ത് വീട്ടിൽ ആരും ഇല്ലാത്തപ്പോഴായിരുന്നു മമ്മി എടുത്ത് വായിക്കുക. അത് കഴിഞ്ഞിട്ട് പപ്പ വരുമ്പോൾ അത് കൺമുമ്പിൽ വെക്കത്തില്ല, അത് എടുത്ത് മടക്കിയിട്ട് വേറെ എവിടെയെങ്കിലും ഷെൽഫിലോ പപ്പ കാണാണ്ട് എവിടെയെങ്കിലും എടുത്ത് വെച്ച് വായിക്കുന്ന ഒരാളായിരുന്നു മമ്മി. അത്ഭുതം എന്ന് പറയട്ടെ, ഇന്നലെ എൻ്റെ പപ്പ പണിക്ക് പോയോടത്തൊരു കടയിൽ, ടൗണിൽ ഒരു കൃപാസന പത്രം ഒരു കടേൻ്റെ ഫ്രണ്ടിൽ നിലത്തിട്ടേക്കുമായിരുന്നു. പപ്പ അത് എടുത്തിട്ട് വന്നു ഇന്നലെ വീട്ടിലേക്ക് എടുത്തിട്ട് വന്നിട്ട് പറഞ്ഞത്, മമ്മീനോട് പറഞ്ഞത്, എടുത്തിട്ട് വന്നിട്ട് കൈ കൊണ്ട് തന്നു, വേറെ ഒന്നും പറഞ്ഞില്ല. ഇന്നലെ കിടക്കാൻ സമയത്ത് മമ്മീനോട് പറഞ്ഞത്, അതിങ്ങനൊരു കടേൻ്റെ ഫ്രണ്ടിൽ കിടക്കണതായിട്ട് ഞാൻ കണ്ടു, അതാരും ചവിട്ടാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എടുത്തിട്ട് വന്നേ, ചവിട്ടിയിട്ട് അത് വെറുതെ ചവിട്ടി കളയണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ എടുത്തിട്ട് വന്നേന്ന് പറഞ്ഞിട്ട് എൻ്റെ പപ്പയ്ക്ക് ഇപ്പോൾ അത്രയധികം വിശ്വാസമായി മാതാവിൽ. അതേക്കൂട്ട് ഞാൻ എപ്പോഴും പറയായിരുന്നു, എൻ്റെ റിസൾട്ട് 23-ാം തീയതി ആയിരുന്നു വന്നത്. അപ്പം ഞാൻ ഇവിടെ ഫസ്റ്റ് എക്സാം ഡേറ്റ് ഞാൻ ബുക്ക് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ മാതാവിനെ വന്നിട്ട്, എനിക്ക് ടെൻഷൻ വരുമ്പോൾ ഒക്കെ ഞാൻ ഇങ്ങോട്ടേക്ക് ഓടി വരുമായിരുന്നു. അപ്പോൾ ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, 23-ാം തീയതി റിസൾട്ട് വരും, 26-ാം തീയതി ഞാനിവിടെ വന്ന് സാക്ഷ്യം പറയൂ അമ്മേ, അതിനുള്ള ഭാഗ്യം നീ എനിക്ക് ഉണ്ടാക്കി തരണം. ഇത്രയും ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. 23-ാം തീയതി റിസൾട്ട് വരും, 26-ാം തീയതി ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം പറയും. പാസ്സാക്കുന്നോ അല്ലെങ്കിൽ വേറെ കാര്യങ്ങളൊന്നും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. 26-ാം തീയതി 23-ാം തീയതി റിസൾട്ട് വന്നു, ഫസ്റ്റ് അറ്റംപ്റ്റിൽ പാസ്സായി. 26-ാം തീയതി പപ്പ വേളാങ്കണ്ണി പോകാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തു. എന്ത് ചെയ്തിട്ടും ടിക്കറ്റ് കിട്ടത്തില്ല. നേരത്തെ മുതൽ ബുക്ക് ചെയ്യാൻ വേണ്ടി നോക്കുന്നതാണ്. പപ്പ നോക്കുന്ന ഡേറ്റ് 26-ാം തീയതിയാണ്, അല്ലെങ്കിൽ ആ ഒരു സമയത്തോട് അടുപ്പിച്ചിട്ടുള്ള ദിവസങ്ങളിലാണ് ട്രെയിൻ ബുക്ക് ചെയ്യാൻ നോക്കുന്നത്. ട്രെയിൻ ബുക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല. ബസ് ടിക്കറ്റ് നോക്കി, അതിന് പറ്റുന്നില്ല. അപ്പം ഞാൻ മമ്മീനോട് പറഞ്ഞു, മമ്മി ഞാനിവിടെ 26-ാം തീയതി വന്നിട്ട് സാക്ഷ്യം പറയാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ പപ്പ പറഞ്ഞു, പിന്നെ അത് എവിടെയായാലും പറഞ്ഞാൽ മതി, അതും മാതാവാ ഇതും മാതാവാ, നീ മാതാവിൻ്റെ അടുത്ത് പോയിട്ട് പറഞ്ഞാൽ മതി, അങ്ങനെയൊന്നും ഇല്ലയെന്ന് പറഞ്ഞു. തുടർന്ന് ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ നോക്കി, ബസ് ടിക്കറ്റ് നോക്കി, ട്രാവലർ വിളിച്ചിട്ട് 12 പേര് കൂടിയിട്ട് പോകാൻ വേണ്ടിയിട്ട് നോക്കി, എന്ത് ചെയ്തിട്ടും നടക്കുന്നില്ല.
ലാസ്റ്റ് മനസ്സിലായി ഇതാണ് സംഗതി, ഇവിടെ മാതാവിനോട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട്, മാതാവ് അതിനുള്ള വഴി ഒരുക്കിയേക്കുന്നതാണെന്ന് മനസ്സിലായി. മമ്മി പറഞ്ഞു, ഞാനും മമ്മിയും കൂടിയിട്ടായിരുന്നു. മമ്മി പറഞ്ഞു, നീ വേറൊരു ദിവസം 26-ാം തീയതി കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ടുള്ള അടുത്ത മാസത്തെ നീ നോക്കിയാൽ മതി, ഈ ഒരു മാസം നീ നോക്കണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾ അടുത്ത മാസത്തേക്ക് ടിക്കറ്റ് ചുമ്മാ ഒരു ഡേറ്റ് പറഞ്ഞു. ഞങ്ങൾക്ക് ആ ഡേറ്റിൽ ഞങ്ങൾക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചു. ഇതെല്ലാം ദൈവത്തിൻ്റെ ഒരു മാതാവിൻ്റെ ഒരു അനുഗ്രഹമായിട്ടാണ് ഞാൻ കരുതുന്നത്. ചേട്ടായിക്കായാലും പഠനത്തിൽ ഒത്തിരി ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായി, ലൈഫിൽ ഒത്തിരി മാറ്റങ്ങളുണ്ടായി, വിസയ്ക്കൊക്കെ ആയാലും കിട്ടി. പലപ്പോഴും രോഗസൗഖ്യം തൈലം വെച്ചിട്ട് പ്രാർത്ഥിക്കുന്നത് വഴി രോഗസൗഖ്യങ്ങളുണ്ടായി. ദൈവത്തിനോട് ഞാൻ കൂടുതൽ അടുത്തു. ഒട്ടും ഞാനൊരു ദൈവവിശ്വാസിയാണോ എന്ന് ചോദിച്ചാൽ ആണ്, അല്ലേന്ന് വെച്ചാൽ അല്ല. അങ്ങനത്തെ ഒരാളായിരുന്നു ഞാൻ. ഇപ്പം ഞാൻ ദൈവത്തിൻ്റെ അടിയുറച്ച് വിശ്വസിക്കുന്നു. എപ്പോഴും ഞാൻ പള്ളിയിൽ പോകാൻ വേണ്ടി തുടങ്ങി. വിനയം എന്താണെന്ന് ഞാൻ പഠിച്ചു. എല്ലാം അമ്മ മാതാവിൻ്റെ അനുഗ്രഹമായിട്ട് ഞാൻ കരുതുന്നു. കർത്താവ് എത്ര നല്ലവനെന്ന് ഒരു കാര്യം പറയാൻ വിട്ടുപോയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങളിവിടെ ഉടമ്പടി എടുത്തതിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും IELTS പാസ്സായി എന്നുള്ളൊരു വിവരമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അതിൽ ഒരു ചേച്ചി 2.5 വർഷമായിട്ട് പോകാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്ന ഒരാളാണ്. ആ ചേച്ചിക്ക് എന്ത് ചെയ്തിട്ടും പോകാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നില്ല. ഇവിടെ ഞങ്ങൾ വന്നിട്ട് ഉടമ്പടി എടുത്തതിൻ്റെ ഭാഗമായിട്ട് ആ ചേച്ചിക്ക് റിസൾട്ട് വന്നു. ആ സ്കോർ വെച്ചിട്ട് ചേച്ചിക്ക് പോകാനുള്ളൊരു ഭാഗ്യം ഉണ്ടായി. ഇതേപോലെ തന്നെയായിരുന്നു വേറൊരു കുട്ടിയും, അവൾക്കും ഇതേപോലെ പോകാനുള്ളൊരു ഭാഗ്യം ഉണ്ടായി. ഇവിടെ ഞങ്ങൾ വന്നിട്ട് ഉടമ്പടി എടുത്ത എല്ലാവർക്കും അങ്ങനെ ഒരു അനുഗ്രഹം ഉണ്ടായി. മാതാവിന് നന്ദി. കർത്താവ് എത്ര നല്ലവനെന്ന് അനുഭവിച്ചറിയുവനെന്ന സങ്കീർത്തനൻ്റെ 34-ാം അധ്യായത്തിലെ വാക്കുകളാണ്. ഈ മകൾ വളരെ വ്യക്തമായിട്ടും വിശദീകരിച്ചും നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ തന്നെ എല്ലാം പറഞ്ഞിട്ടുണ്ട്. ഈ മകളുടെ ഈ സാക്ഷ്യത്തെ ഒരു വിശ്വാസത്തിൻ്റെ ഒരു യാത്രയായിട്ടാണ് എനിക്കും തോന്നുന്നത്. കാരണം സാധാരണ ഒരു യൗവനത്തിൽ അല്ലെങ്കിൽ പഠിക്കുന്ന ഒരു യുവതിക്ക് അല്ലെങ്കിൽ ഒരു യുവാവിന് കടന്നു പോകുന്ന സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നത്. ആദ്യം ഇതിലുണ്ടാകുന്നൊരു സംശയം. പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, ഉടമ്പടി എടുത്തവരൊക്കെ ഈ മാതാവ് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർക്കെല്ലാം ഈ പ്രസൻസ് കൊടുക്കണം. അതെല്ലാം മനസ്സിലാക്കാനായിട്ട് ഇവരുടെ കുടുംബത്തിന് സാധിക്കുന്നുണ്ട്. അത് തുടക്കം തൊട്ട് അവസാനം വരെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ വ്യക്തമാണ്. അല്ലെങ്കിൽ പത്രം കൊടുക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ ഏതോ ഒരു വ്യക്തി, ഉടമ്പടി എടുത്ത വ്യക്തി സഹായിക്കുന്നു. വേറൊരു സമയത്തും ഇതുപോലെ തന്നെ ഭക്ഷണം വെക്കുന്ന കാര്യം വരുമ്പോഴും ഉടമ്പടി എടുത്ത അത് വ്യക്തി ആരാന്ന് പറയുന്നില്ലെങ്കിലും വ്യക്തി സഹായിക്കുന്നു. അപ്പോഴും ഒട്ടും മേലാതിരിക്കുമ്പം അപ്പം അച്ഛൻ എപ്പോഴും ഓർമ്മപ്പെടുത്തുന്ന ഒന്നാണ് ഈ ഗ്രേസ് അപ്പോൺ ഗ്രേസ്. അപ്പം നമുക്ക് നല്ല ആരോഗ്യമുള്ളപ്പോൾ ഒരാളെ സഹായിക്കുന്നതും നമ്മുടെ ആരോഗ്യം വീക്കായിട്ടിരിക്കുമ്പം ഒട്ടും മേലാതിരിക്കുമ്പോൾ ഒരാളെ സഹായിക്കുന്നതും തമ്മിൽ കൃപ രണ്ടിലും ഉണ്ടെങ്കിലും മറ്റേന്ന് പറയുന്നത് കൃപയ്ക്കുമേൽ കൃപ എന്നൊരു അനുഭവം ഉണ്ട്. അപ്പം ഈ മകൾ വ്യക്തമായിട്ട് അതെല്ലാം പറയുന്നുണ്ട്. ഹൃദയത്തിൻ്റെ നിറവിൽ അധരം സംസാരിക്കുമെന്ന് പറയുന്നത് പോലെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അത് ഉടമ്പടി എടുത്തൊരു വ്യക്തിയുമായിട്ട് ചേർന്ന് നിന്ന് ഒരുപാട് നന്മ ചെയ്യാനായിട്ട് ഇടവരുന്നു. പിന്നീട് വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളിൽ അവസാനം സാക്ഷ്യം പറയുന്ന സമയം വരുമ്പോഴും ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് കിട്ടുന്നില്ലെന്ന് പറയുമ്പം പിന്നീട് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. 26-ാം തീയതി സാക്ഷ്യം പറയാനായിട്ട് പറഞ്ഞതാണല്ലോ. അങ്ങനെ ദൈവം നൽകുന്ന അടയാളങ്ങൾ മനസ്സിലാക്കാനായിട്ട് ഒരാൾക്ക് വിശ്വാസത്തിൽ പറ്റുന്നുണ്ടെന്നുള്ളതാണ്. പിന്നീട് പരീക്ഷയ്ക്ക് കയറുമ്പോഴും പറയുന്നുണ്ട്, ഒന്നെങ്കിൽ പുണ്യാളൻ അല്ലെങ്കിൽ മാതാവെന്ന് പറയുമ്പം അവിടെ ആൻ്റണി എന്ന പേരുള്ള ഒരാൾ. അപ്പം ഇതൊക്കെ ദൈവം ഒരാൾക്ക് വ്യക്തിപരമായി കൊടുക്കുന്ന, അതിനെ വിധിക്കാനോ അതിൻ്റെ ശരിയത് തെറ്റെന്ന് പറയണത് നമ്മൾ ആരും യോഗ്യമല്ല. ദൈവത്തിന് കാറ്റായിട്ടും വ്യക്തിയായിട്ടും ഒക്കെ കടന്നു വരാനായിട്ട് സാധിക്കുമെന്നുള്ള കാര്യത്തിൽ ബൈബിളിൽ തന്നെ എത്രയെത്ര ഉദാഹരണങ്ങളാണ്. പിന്നെ ഏറെ പ്രത്യേകിച്ച് പപ്പയിലുണ്ടാകുന്ന അത് ഈ മക്കൾ 2 പേരിലും ജീവിത പങ്കാളി ഉടമ്പടി എടുത്തവരാണെന്ന് പറയുന്നു. അവിടെ അല്ലെങ്കിൽ ഇങ്ങോട്ടുള്ള കാര്യങ്ങൾ UK പോകുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങോട്ട് തന്നെ കാര്യങ്ങളെല്ലാം ക്രമപ്പെടുന്നു. അതിനേക്കാളും അപ്പുറം പറയുന്നുണ്ട്, വിശ്വാസിയാണോ എന്ന് ചോദിച്ചാൽ അല്ല, വിശ്വാസി അല്ലേന്ന് ചോദിച്ചാൽ ആണെന്നുള്ള രീതിയിലുള്ളൊരു വിശ്വാസം
ദിവ്യബലിക്ക് പോകുന്ന വളരെ വ്യക്തമായിട്ട് പറയാനുണ്ട്. പിന്നീട് ഈ 2 ആഴ്ച കുമ്പസാരത്തിലേക്കും ദിവ്യബലി മുടങ്ങാതെ കൂടാനായിട്ടുള്ള പ്രചോദനത്തിലേക്കും മറ്റുള്ളവരെ സഹായിക്കണമെന്നും കരുതണമെന്നുമുള്ള വലിയൊരു വെളിച്ചത്തിലേക്കും, അല്ലെങ്കിൽ ദൈവം കൂടെ ഉണ്ടെന്നും അമ്മ മാതാവിൻ്റെ സാന്നിധ്യം അനുഭവിക്കാനുമായിട്ട് സാധിക്കുന്നുണ്ടെന്നുള്ള ഉറപ്പും അത് മുൻപോട്ടുള്ള യാത്രയിൽ എല്ലാം കൂടെ ഉണ്ടാകുന്നുള്ളൊരു വലിയൊരു വിശ്വാസത്തിൻ്റെ ആഴത്തിലേക്കും ഒരു വ്യക്തി മാറുന്നുണ്ടെങ്കിൽ അതാണ് ഈ നടന്ന കാര്യങ്ങളെക്കാളും ഏറ്റവും വലിയ അത്ഭുതം. ജീവിതത്തിൽ അമ്മ മാതാവ് ഇങ്ങനെ എല്ലാം മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. അത് മനസ്സിലാക്കാനുള്ള ഒരു വിശ്വാസത്തിൻ്റെ ആഴവും ഈ മകൾക്കും അല്ലെങ്കിൽ ആ കുടുംബത്തിനും ഉണ്ടാകുന്നുണ്ട്. അത് അപ്പച്ചനിലുണ്ടായ ഇപ്പോൾ ഈ പത്രം കിട്ടിയത് തിരിച്ചു കൊണ്ടുവരുന്നത്, അപ്പോൾ അതിലെല്ലാം ഒരു സാന്നിധ്യം അനുഭവിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇനിയും മുൻപോട്ടുള്ള യാത്ര ഈ കൂടെ വന്നവരെല്ലാം പാസ്സായെന്നൊക്കെ പറയുമ്പോഴും കാശി രൂപത്തിലൊക്കെ എന്ത് വ്യക്തമായിട്ടാണ് പറയുന്നത്, കാശി രൂപത്തിലൊക്കെ ഇതിനു വേണ്ടി എന്താ ശക്തി, അങ്ങനെ റിസർച്ച് ചെയ്യുന്നുണ്ട്. അതും നല്ലൊരു കാര്യമാണ്. അപ്പോൾ ഒരു തുറന്ന മനസ്സോടുകൂടി ദൈവത്തിൻ്റെ നടയിലേക്ക് തിരിച്ചു വന്നു, അമ്മ മാതാവ് സ്വന്തമാക്കുന്നു. ഇനി മുൻപോട്ടുള്ള യാത്രയിൽ ഇനി ഒരുപാട് ദൈവാനുഭവങ്ങൾ നൽകി ഇവരുടെ ജീവിതത്തെ ശക്തിപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒപ്പം ഈ മകളുടെ വ്യക്തി ജീവിതത്തിലും കുടുംബത്തിലും ദൈവം നൽകിയ എല്ലാ നല്ല അനുഭവങ്ങളെ ഓർത്ത് നമുക്ക് നിറഞ്ഞ കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം.